ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് GIS ഡാറ്റ. അപ്പോൾ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള ഡാറ്റയുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ഡാറ്റ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആട്രിബ്യൂട്ട് ഡാറ്റ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GIS data is the key component of a GIS and has two general types, spatial and attribute data. ഈ ഒരു GIS സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ GIS ഡാറ്റയാണ്. രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ ഡാറ്റ ആൻഡ് സെക്കൻഡ് വൺ ഈസ് അട്രിബ്യൂട്ട് ഡാറ്റ. എന്താണ് സ്പേഷ്യൽ ഡാറ്റ എന്ന് നോക്കാം. It is the information about the location and shape of geographic features and the relationship between them, usually stored as coordinate and topology. ഇപ്പോൾ സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ ജിയോഗ്രഫിക് ഫീച്ചേഴ്സിൻ്റെ സ്പേസിനെ കാണിക്കുന്ന ഡാറ്റയാണെന്ന് സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ആവാം, ചിലപ്പോൾ ആ സ്പേസിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് ആവാം. അങ്ങനെ ആ സ്പേസിനെ കാണിക്കുന്ന, ആ സ്പേസിൻ്റെ ഫീച്ചേഴ്സിനെ കാണിക്കുന്ന ഡാറ്റയ്ക്കാണ് നമ്മളെന്ത് പറയുന്നത്? സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. സ്പേഷ്യൽ ഡാറ്റ ഈസ് യൂസ്ഡ് ഇൻ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് അതർ ജിയോ ലൊക്കേഷൻ ഓർ പൊസിഷനിങ് സർവീസസ്. സ്പേഷ്യൽ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് പോയിന്റ്, ലൈൻസ്, polygons and other geographic and geometric data primitives which can be mapped by location, stored with an object as metadata and used by a communication system to locate end user devices. അപ്പോൾ സ്പെഷ്യൽ ഡാറ്റയുടെ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പോളിഗൺ പോയിൻറ്റ്സ് ഉണ്ട്, ലൈൻസ് ഉണ്ട്, പോളിഗൺസ് ഉണ്ട്. അപ്പോൾ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സ്പേസിൽ ചില സ്ഥലങ്ങൾ നമ്മൾ പോയിൻറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യാൻ മാർക്ക് ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നമ്മൾ ഒരു വെല്ലൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പോയിൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ മാപ്പിലൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇനി നമ്മൾ വലിയൊരു ഗ്രൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ലേക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു പോളിഗൺ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ വലിയൊരു റോഡൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ GIS മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതൊരു വലിയൊരു ലൈനായിരിക്കും. അങ്ങനെയാണ് സ്പേഷ്യൽ ഡാറ്റ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. Spatial data are used to provide the visual representation of geographic space and is stored as raster and vector type. അപ്പോൾ സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. ആ സ്പേസിൻ്റെ വിഷ്വൽ റെപ്രസെൻറ്റേഷനാണെന്ത് സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഇറ്റ് ഈസ് റാസ്റ്റർ ആൻഡ് വെക്ടർ ടൈപ്പ്. ഹെൻസ് ദിസ് ഡാറ്റ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൊക്കേഷൻ ഡാറ്റ ആൻഡ് വാല്യൂ ഡാറ്റ ടു റെൻഡർ എ മാപ്പ്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്പേഷ്യൽ ഡാറ്റ ഉണ്ട്, വെക്റ്റർ ഡാറ്റ ആൻഡ് റാസ്റ്റർ ഡാറ്റ. അപ്പോൾ അത് വഴിയാലെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ അട്രിബ്യൂട്ട് ഡാറ്റയിലോട്ട് പോകാം. അട്രിബ്യൂട്ട് ഡാറ്റ ആർ ഡിസ്ക്രിപ്ഷൻ, മെഷർമെൻറ്റ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഇൻ എ മാപ്പ്. ആ ഒരു ജിയോഗ്രഫിക് ഫീച്ചേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനൊക്കെയാണ് എന്ത് പറയുന്നത്? അട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അട്രിബ്യൂട്ട് ഡാറ്റ 4 ലെവൽസിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോമിനൽ ലെവൽ, സെക്കൻഡ് വൺ ഈസ് ഓർഡിനൽ ലെവൽ, തേർഡ് വൺ ഈസ് ഇൻ്റർവൽ ലെവൽ ആൻഡ് ഫോർത്ത് വൺ ഈസ് റേഷ്യോ. നോമിനൽ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, നോമിനൽ. ആ പേര് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ്ലി യൂസിങ് എ ക്ലാസ് ടൈപ്പ്. എക്സാമ്പിൾ, നമ്മൾ ട്രീൻ്റെ സ്പീഷീസൊക്കെ അതിനെ എങ്ങനെ നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുക? അതിൻ്റെ പേര് വെച്ചിട്ട് നോമിനലാണ്. അപ്പോൾ ഇത് ലോവസ്റ്റ് ലെവലാണ്. അപ്പോൾ ഓരോന്നിനും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ബൈ ഇറ്റ്സ് നെയിം. ഇനി ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഹാസ് റാങ്ക്ഡ് ഇൻ ടു ഹൈറാർക്കീസ് ബട്ട് ഡസ് നോട്ട് ഷോ എനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ്. ഹൈറാർക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ റാങ്ക് ചെയ്യുന്ന പ്രോസസ്സാണത് ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞത്.
നമ്മൾ സിറ്റി ഹയറാർക്കീസ് ഉണ്ടാവും. മെട്രോപൊളിറ്റൻ സിറ്റീസ്, മെഗാപോളിസ് സിറ്റി, ടൗണ്, ഇതൊക്കെ ഹയറാർക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർവൽ ഡാറ്റ. ദ മെഷർമെൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റാങ്ക്സ് ഓഫ് മെഷേർഡ് എലമെൻറ്റ്സ് ബട്ട് എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈസ് ആർബിട്രറി അസൈൻ. ഒരു ഇൻ്റർവൽ ഡാറ്റ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെൽഷ്യസ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ സെൽഷ്യസ് സ്കെയിലിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവെല്ലിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഓരോ ആർബിട്രറി എൻഡ് പോയിൻറ്റ്സും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിൽ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻറ്റും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും, ഈ ഫ്രീസിങ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഇൻ ബിറ്റ്വീനായിട്ട് 100 ഡിവിഷൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് സെൽഷ്യസ് സ്കെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരം ഡാറ്റയാണിത് ഇൻ്റർവൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി റേഷ്യോ മെഷർമെൻറ്റ്സ്, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അബ്സല്യൂട്ട് സ്റ്റാറ്റിക് പോയിൻറ്റ്. ഒരു അബ്സല്യൂട്ട് സ്റ്റാറ്റിക് പോയിൻ്റ് എന്ന് വരുന്നതാണത് റേഷ്യോ. ഡാറ്റ ഓഫ് ദിസ് കാറ്റഗറി ഇൻക്ലൂഡ് പ്രോപ്പർട്ടി, വാല്യൂ ആൻഡ് ഡിസ്റ്റൻസ്. സാധാരണ നമ്മൾ ഡിസ്റ്റൻസൊക്കെ ഒരു അബ്സല്യൂട്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, 0 എന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിന്നാണ് എന്ത് അബ്സല്യൂട്ട് 0 എന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ്സ്. ഇനി നമ്മൾ സ്പേഷ്യൽ ഡാറ്റ 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് റാസ്റ്റർ ആൻഡ് വെക്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. Spatial data can represent real-world features that have discrete boundaries, such as roads, buildings, lakes, rivers, administrative boundaries, as well as real-world phenomena features that have non-descriptive boundaries, such as precipitation, nutrient level, terrain, etc. In general, vector data model is used to represent the former, and raster data model is used to represent the later. അപ്പോൾ നമ്മൾ സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ സ്പേസിനെ കാണിക്കുന്ന, അതിനെ സൂചിപ്പിക്കുന്ന ഡാറ്റകളാണ്. ദാറ്റ് ഈസ് അതിൻ്റെ അത് ഡിസ്ക്രീറ്റ് ബൗണ്ടറി ഉള്ളതാവാം. ദാറ്റ് ഈസ് റോഡ്, ബിൽഡിങ്, ലേക്സ്, റിവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറീസ് ഒക്കെ ആവാം. അല്ലെങ്കിൽ നോൺ ഡിസ്ക്രീറ്റ് ബൗണ്ടറീസ് ഉള്ളതാവാം. ദാറ്റ് ഈസ് പെർസിപ്പിറ്റേഷനെ കാണിക്കാം, ന്യൂട്രിയൻ ലെവല്, ടെറൈന്, ഇതൊക്കെ എന്താണ് സ്പേഷ്യൽ ഡാറ്റയാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ബൗണ്ടറീസ് ഉള്ള സ്പേഷ്യൽ ഡാറ്റയെ നമ്മൾ വെക്റ്റർ ഡാറ്റ എന്ന് പറയും. നോൺ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റാസ്റ്റർ ഡാറ്റ. ഇനി എന്താണ് വെക്റ്റർ ഡാറ്റ എന്ന് നോക്കാം. The 3 main geometric shape used in vector data model is to represent the real world features. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ബൗണ്ടറി ഉള്ള സ്പേഷ്യൽ ഡാറ്റയാണ് എന്ത് വെക്റ്റർ ഡാറ്റ. അപ്പോൾ മെയിനായിട്ട് 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത് വെക്റ്റർ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. പോയിന്റ്, ലൈൻ, പോളിഗൺ. അപ്പോൾ വെക്റ്റർ ഡാറ്റ കംപ്രൈസസ് ഓഫ് ഇൻഡിവിജ്വൽ പോയിന്റ്സ് സ്റ്റോർഡ് ആസ് കോർഡിനേറ്റ് പെയർസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഫിസിക്കൽ ലൊക്കേഷൻ ഇൻ ദി വേൾഡ്. These points can be joined in a particular order to form line or joined into closed areas to form polygon. Vector data is extremely useful for storing and representing data and has discrete boundaries such as borders of building footprints, streets, other transport links and location points. ഇപ്പോൾ വെക്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ബൗണ്ടറീസ് ഉള്ള സ്പേസസിനെ കാണിക്കുന്ന ഡാറ്റയാണ് എന്ത് വെക്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പോയിന്റ്, ലൈൻ, പോളിഗൺ. പോയിന്റ് നമ്മളൊരു വെല്ലനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിൻ്റ് ആയിട്ടാണ്. വലിയൊരു മാപ്പിൽ ഒരു ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പോയിൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഒരു രീതി പോയിന്റ്. പിന്നെ നമ്മൾ വലിയ ലൈന്, വലിയ കനാല് അല്ലെങ്കിൽ വലിയ റോഡിനൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുക ലൈന് വെച്ചിട്ടാണ്. പിന്നെ വലിയ ഏരിയ, വലിയൊരു ഗ്രൗണ്ടിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. ചെറിയ മാപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലാനിനെ നമുക്ക് വലിയ ഗ്രൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ ലേക്കിനെ റെപ്രസെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളൊക്കെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമ്മളെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് പോളിഗൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്.
ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ഡാറ്റയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പ്രിസൈസ് ലൊക്കേഷൻ ഓഫ് ഫീച്ചേഴ്സ്. ഇറ്റ് ഗീവ്സ് പ്രിസൈസ് ലൊക്കേഷൻ, സ്റ്റോറിങ് മനി അട്രിബ്യൂട്ട്സ്. കുറേ അട്രിബ്യൂട്ട്സ്, ആ ഒരു സ്ഥലത്തിൻ്റെ കുറേ അട്രിബ്യൂട്ട്സ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ സ്റ്റോർ ചെയ്യാൻ പറ്റും. അട്രിബ്യൂട്ടായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ ഫ്ലെക്സിബിൾ ഫോർ കാർട്ടോഗ്രഫി. കാർട്ടോഗ്രഫിക്ക് ഫ്ലെക്സിബിൾ ആണ്. കാർട്ടോഗ്രഫി എന്നൊരു മാപ്പ് മേക്കിംഗ്. കോമ്പാക്ട് സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷൻ. ഐഡിയലി suitable for certain type of analysis, especially areas length and connections. ഇതാണ് പോയിന്റ് ലൈന് പോളിഗണായിട്ട് വരുന്നത്. അതാ ചെറിയൊരു സ്ഥലത്തെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പോയിന്റ്, ഇതൊക്കെ റോഡും കനാലൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതൊക്കെ ലൈനാണ്. പിന്നെ ഒരു ചെറിയൊരു ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് പോളിഗൺ. ഇനി റാസ്റ്റർ ഡാറ്റ. റാസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം. ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം എ റാസ്റ്റർ ഡാറ്റ കൺസിസ്റ്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് സെൽസ്, പിക്സൽസ് organized into rows and columns where each cell contain value representing information. ഇപ്പോൾ റാസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു പിക്സൽസിൻ്റെ മെട്രിക്സ് ഓഫ് സെൽസാണ്. അപ്പോൾ അതിലെന്തുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഓരോ സെല്ലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും. അതാണെന്ത് റാസ്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, each pixel in a satellite image has a red, green and blue value. Alternatively, each value in an elevation map represents specific height. It could represent anything from rainfall to land cover. നമ്മൾ ഒരു പിക്സൽസ് വെച്ച് അല്ലെങ്കിൽ കളേഴ്സൊക്കെ വെച്ചിട്ട് ഡാറ്റ റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റാസ്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ എലിവേഷൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടാണ്, നമ്മൾ ലോവർ എലിവേഷന് ഒരു കളറ്, കുറച്ചുകൂടി എലിവേഷൻ കൂടുമ്പോൾ വേറൊരു കളറ്, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സച്ച് എ ഫോം ഓഫ് ഡാറ്റ ഈസ് കോൾഡ് റാസ്റ്റർ ഡാറ്റ. ഇനി റാസ്റ്റർ ഡാറ്റ മോഡൽ ആർ യൂസ്ഫുൾ ഫോർ സ്റ്റോറിങ് ഡാറ്റ ദാറ്റ് വേരീസ് കണ്ടിന്യൂസ്ലി. ഫോർ എക്സാമ്പിൾ, എലിവേഷൻ സർവീസ് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, ടെമ്പറേച്ചർ, ലെഡ് കണ്ടാമിനേഷൻ, ഇതൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്, റാസ്റ്റർ ഡാറ്റ മോഡൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ഡിസ്ക്രീറ്റ് റാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇൻ ഡിസ്ക്രീറ്റ് റാസ്റ്റേഴ്സ് യു ക്യാൻ ഡിസ്റ്റിങ്വിഷ് ഈച്ച് തീമാറ്റിക് ക്ലാസ്. ഈച്ച് ക്ലാസ് ക്യാൻ ബി ഡിസ്ക്രീറ്റ്ലി ഡിഫൈൻഡ് where it begins and ends. In other words, each land cover cell is definable and it fills the entire area of the cell. Discrete data usually consists of integers to represent the class. For example, value 1 might represent urban area, value 2 represent forest and so on. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എവിടെ എൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീച്ചർ എവിടെ എൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എവിടെ ബിഗിൻ ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഡാറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് റാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് സിറ്റീസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ 1, ഒരു വാല്യൂ 1 എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. വാല്യൂ 1 നമുക്ക് അർബൻ ഏരിയ കൊടുക്കാം, വാല്യൂ 2 ഒരു ഫോറസ്റ്റ് ഏരിയ, വാല്യൂ 3 റൂറൽ ഏരിയ, അങ്ങനെ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക് ഏരിയാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു റാസ്റ്റർ ഡാറ്റയുടെ എക്സാമ്പിളാണ്. ഇനി കണ്ടിന്യൂസ് റാസ്റ്റേഴ്സ് ഹാവ് ഗ്രാജുവൽ ചേഞ്ച്. അപ്പോൾ കണ്ടിന്യൂസ് റാസ്റ്റേഴ്സ്, ദാറ്റ്സ് നോൺ ഡിസ്ക്രീറ്റ് റാസ്റ്റേഴ്സ്, ആർ grid cell with a gradual changing data such as elevation, temperature or an aerial photograph. അപ്പോൾ എലിവേഷനും ടെമ്പറേച്ചറൊക്കെ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുന്ന റാസ്റ്റർ ഡാറ്റയാണ്. അപ്പോൾ അതിനെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ കണ്ടിന്യൂസ് റാസ്റ്റേഴ്സാണ്. കണ്ടിന്യൂസ് റാസ്റ്റർ സർഫസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫിക്സ്ഡ് രജിസ്ട്രേഷൻ പോയിൻറ്റ്. ഒരു ഫിക്സ്ഡ് രജിസ്ട്രേഷൻ പോയിൻ്റ് എന്ന് ചെയ്യാൻ പറ്റും, അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ എലിവേഷൻ മോഡൽ ഈസ് യൂസ്ഡ് സി ലെവൽ ആസ് രജിസ്ട്രേഷൻ പോയിന്റ്. അപ്പോൾ ഒരു ബേസ് ലെവൽ സി ലെവലായിട്ട് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലിവേഷൻ പോയിന്റ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈച്ച് സെൽ റെപ്രസെൻറ്റ് വാല്യൂ എബോവ് ഓർ ബിലോ ദി സി ലെവൽ. ആസ് അനദർ എക്സാമ്പിൾ, ആസ്പെക്ട് സെൽ വാല്യൂസ് ഹാവ് ഫിക്സ്ഡ് ഡയറക്ഷൻസ് സച്ച് ആസ് നോർത്ത്, ഈസ്റ്റ്, സൗത്ത് ഓർ വെസ്റ്റ്. അപ്പോൾ ഇത് വെക്റ്റർ ആൻഡ് റാസ്റ്റർ ഡാറ്റൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈൻസ്, പോളിഗൺസ്, ഇതാണ് വെക്റ്റർ ഡാറ്റ വരുന്നത്. ലൈൻസ്, പോളിഗൺസ് ആയിട്ട് നമ്മൾ ഒരു ജിയോഗ്രഫിക് ലൊക്കേഷൻ എന്ത് ചെയ്യാം, അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി റാസ്റ്റർ ഡാറ്റ നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെല്ലാണ്. ഈ ഓരോ സെല്ല് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓരോ സെല്ലിനും ഓരോ വാല്യൂസ് ഉണ്ടാവും. ഇതാണ് ഇങ്ങനെ നമ്മൾ ഇത് ഡിസ്ക്രീറ്റ് ബൗണ്ടറി ഇല്ല ഇതിന്. ഈ ഡാറ്റ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇതിനൊരു ഡിസ്ക്രീറ്റ് ബൗണ്ടറി ഇല്ല. ഫോർ എക്സാമ്പിൾ ഇതൊരു എലിവേഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു പ്രത്യേക എലിവേഷനെ കാണിക്കുന്നുണ്ടാവാം. സി ലെവലിൽ നിന്നുള്ള ഒരു ഇത്ര എലിവേഷൻ. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി എലിവേഷൻ എന്താണ് കൂടുതലായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഈ ഒരു എലിവേഷനാണ്, ഈ ഒരു ഭാഗത്ത് ഈ ഒരു എലിവേഷനാണ്. അപ്പോൾ ഇതൊരു എലിവേഷനെ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് ഓരോ സെല്ലിനും ഓരോ നമ്പറായിട്ട് പിക്സലായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സച്ച് എ ഫോം ഓഫ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് റാസ്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി കമ്പാരിസനാണ്. റാസ്റ്റർ ഡാറ്റ എന്ന് പറഞ്ഞാൽ റാപ്പിഡാണ്, വെക്റ്റർ എന്ന് പറഞ്ഞാൽ സ്ലോ ആണ്. ഡാറ്റ വോളിയം എന്ന് പറഞ്ഞാൽ റാസ്റ്ററിൽ നമുക്ക് ലാർജ് വോളിയാണ്, വെക്റ്ററിൽ സ്മോൾ വോളിയാണ്. ജിയോഗ്രഫിക് ട്രീറ്റ്മെൻറ്റ് ആവറേജ് ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ റാസ്റ്റർ, മറ്റേ ഗുഡ് ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ്. പിന്നെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് റാസ്റ്റർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ബട്ട് വെക്റ്റർ ഡാറ്റ സ്ട്രക്ചർ ഈസ് കോംപ്ലെക്സ്. ജിയോമെട്രിക്കൽ അക്യുറസി റാസ്റ്ററിന് ലോ ആണ്, പക്ഷേ വെക്റ്റർ ഡാറ്റ ഈസ് ഹൈ അക്യുറേറ്റ് ആണ്. അനാലിസിസ് നെറ്റ്വർക്ക് പുവർ ആണ്, വെക്റ്ററിൽ ഗുഡ് അനാലിസിസ് നെറ്റ്വർക്കാണ്. ഏരിയ അനാലിസിസ് ഗുഡാണ്, വെക്റ്റർ ഡാറ്റ ആവറേജ് ആണ്. ജനറലൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റാസ്റ്റർ ഈസ് സിമ്പിൾ ആൻഡ് വെക്റ്റർ ഈസ് കോംപ്ലെക്സ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഡാറ്റയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. GIS ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, GIS ഡാറ്റ എന്ന് പറയുന്നത്. GIS ഡാറ്റ രണ്ട് തരത്തിലാണ്. ദാറ്റ് ഈസ് സ്പേഷ്യൽ ഡാറ്റ ആൻഡ് അട്രിബ്യൂട്ട് ഡാറ്റ. സ്പേഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന, ആ ജിയോഗ്രഫിക് ലൊക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, ആ സ്പേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റയ്ക്കാണ് എന്ത് പറയുന്നത്, സ്പേഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ആവും. ആ സ്പേസ് എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതിൻ്റെ അഡ്രസ്സ് ആവാം, അതിൻ്റെ ലൊക്കേഷൻ ആവാം, അതിൻ്റെ കോർഡിനേറ്റ്സ് ആവാം, അതിൻ്റെ ഷേപ്സ് ആവാം. ഇതൊക്കെ എന്താണ്, സ്പേഷ്യൽ ഡാറ്റയാണ്. ഇനി അട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസിൻ്റെ ഫീച്ചേഴ്സ്, അവിടെ എത്ര പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, അവിടുത്തെ ഏത് ടൈപ്പാണ്, അതൊക്കെയാണ് എന്ത് അട്രിബ്യൂട്ട്. അതിൻ്റെ അട്രിബ്യൂട്ട്സ്, അത് ഏത് ടൈപ്പാണ്, ആ ഒരു സ്പേസ് വരുന്ന ഏത് ടൈപ്പാണ്, സിറ്റി ആണോ, അവിടെ വരുന്ന പോപ്പുലേഷൻ എത്രയാണ് വരുന്നത്, അതിൻ്റെ അട്രിബ്യൂട്ട്സ് ആണെന്ത് അട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സിനെ കാണിക്കുന്നത്, ഫീച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന് അട്രിബ്യൂട്ട് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേഷ്യൽ ഡാറ്റ രണ്ട് തരത്തിലാണ്. വെക്റ്റർ ഡാറ്റയുണ്ട്, റാസ്റ്റർ ഡാറ്റയുണ്ട്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്രീറ്റ് ബൗണ്ടറീസ് ആയിട്ട് കാണിക്കാം, ലൈന്, പോളിഗൺ ആൻഡ് പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് കാണിക്കുന്നതാണെന്ന് വെക്റ്റർ ഡാറ്റ എന്ന് പറയുന്നത്. റാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്സൽ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം, ഡിസ്ക്രീറ്റ് ബൗണ്ടറി ഇല്ലാതെ പിക്സലൊക്കെ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എലിവേഷനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പിക്സലൊക്കെ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിക്സലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള റാസ്റ്റർ ഉണ്ട്. സച്ചാസ് നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏത് ടൈപ്പ് ലാൻഡാണ് അവിടെ ഉള്ളത്, അർബൻ ഏരിയ, റൂറൽ ഏരിയ, ഫോറസ്റ്റ്, ഇതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഡിസ്ക്രീറ്റ് റാസ്റ്റേഴ്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു സെല്ലിന് നമ്മൾ ഡിസ്ക്രീറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.
അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. നമുക്കിനി അടുത്ത ക്ലാസ് കാണാം.